കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ടൊയോട്ട ക്യാമറിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ക്യാമറി ഒന്നും അധികം വന്നിട്ടില്ല, ആകെ ഒരു ക്യാമറി എന്ത് മുമ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ ഒരു നല്ല കലക്കൻ വണ്ടി 2019 മോഡൽ ക്യാമറയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡാണ്, ഫുള്ളി ഹൈബ്രിഡായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളിലും ഓടും, അതേപോലെ തന്നെ ബാറ്ററിയിലും ഫുള്ളായിട്ട് EV മോഡിൽ പ്രവർത്തിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 60 lakhs മുകളിൽ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വളരെ കുറവ് പ്രൈസാണ്. അപ്പോൾ എത്രയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി എത്തിക്കാൻ പോകുന്നത്. ഇത് 2.5 വരുന്നത്, 2.5 ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ഒരു EV പാക്ക് തന്നെ ബാക്കിൽ ഇതിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെഡാൻ വാഹനമാണ്, നല്ല ലക്ഷറി ആയിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. പിന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും വണ്ടിയിലുണ്ട്. ഇപ്പോൾ ബാക്കിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ തന്നെ ഹാം റെസ്റ്റിൻ്റെ അവിടെ സീറ്റ് റിക്ലൈനിങ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, JBL മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി വിശദമായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, വണ്ടി ഫുള്ള് കണ്ടു വരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ട ക്യാമറയാണ്. ക്യാമറ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ക്യാമറയുടെ ലുക്ക് നോക്കിയേക്കാം. പിന്നെ ഫസ്റ്റ് തന്നെ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും പറഞ്ഞേക്കാം. ഇപ്പോൾ നിലവിൽ വണ്ടി പുതിയതായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 60 ലക്ഷത്തിന് മുകളിൽ ഈ വണ്ടിക്ക് കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ പറയാൻ പോകുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറച്ചാണ്. പിന്നെ ഈ 2019 മോഡലും കൂടിയാണ്. നല്ല പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന ക്യാമറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ പോലെ ഹൈബ്രിഡാണ് വണ്ടി. നല്ല രീതിയിൽ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വണ്ടിയും കൂടിയാണ് ടൊയോട്ടയുടെ ഹൈബ്രിഡ്. അപ്പോൾ ഹൈബ്രിഡ് വണ്ടികളുടെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ EV മോഡിൽ ഓടിക്കാം, അതേപോലെ തന്നെ നമുക്കിത് പെട്രോളിൽ ഓടിക്കാൻ പറ്റാവുന്ന ഓപ്ഷൻ നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. പിന്നെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയും ലെക്സസ് ആയിട്ട് നമുക്ക് ഏകദേശം കമ്പയർ ചെയ്യാം. കാരണം ഒരേ സൈസും കാര്യങ്ങളൊക്കെ വന്നേക്കണം. പിന്നെ ഫീച്ചേഴ്സ് ആയാലും ഏകദേശമൊക്കെ സെയിം തന്നെയാണ് ഈ രണ്ട് വണ്ടികളിലും നമുക്ക് കാണാൻ പറ്റാവുന്നത്. കേട്ടോ, വണ്ടിയുടെ ഫ്രണ്ടാണ് വണ്ടിയുടെ അഴക്, അതിൽ നമുക്ക് യാതൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല. ഇനി വണ്ടി ടോപ്പ് വ്യൂവിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടിയുടെ ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിനി വീലാസിലേക്കും ടയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാസ് നല്ല നീറ്റായിട്ട് വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലോയ്സ് നോക്കാം. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. ബോണറ്റിലേക്ക് വരാം. ബോണറ്റിൽ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റോടെ കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ബോണറ്റും കൂടെ കാണാൻ പറ്റും. വിൻഷീൽഡായാലും നീറ്റായിട്ട് ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി ഹെഡ് ലാംപ്സിലേക്ക് വരാം. ഹെഡ് ലാംപ്സ് ആയാലും നല്ല നീറ്റായിട്ട് ഹെഡ് ലാംപ്സ് കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ വീലാസിലേക്ക് വരാം. ഈ വീലാസ് ആയാലും നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും കമ്പനി ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന മിറേഴ്സ് കിട്ടുന്നുണ്ട്. വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസ് ആയാലും നല്ല നീറ്റായിട്ട് വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. ഈ വിൻഷീൽഡായാലും നീറ്റായിട്ട് വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലിഡ് നോക്കാം. ലിഡും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നീറ്റായിട്ട് ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ട് വീലാർസും കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും ഡോർ ടോണിൽ ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ് നമ്പറിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് വന്നേക്കണേ. ആണോ, വൃത്തി തന്നെ ഇരിക്കുന്നു. വെൻറ്റിലേറ്റഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞു. EV മോഡിലാണ്. അത് നമുക്കിവിടെ കണ്ടോ, EV മോഡ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സീറ്റ് മെമ്മറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ടായി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ EV മോഡ്, അതേപോലെ തന്നെ നമുക്കിവിടെ എക്കോ, നോർമൽ, സ്പോർട്ടിങ്ങിന് 3 ഓപ്ഷനകത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പാർക്കിൻ്റെ ആ ഒരു
ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡായാലും നല്ല നീറ്റ് ആയിരിക്കും ഡാഷ്ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്കായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ബാക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ബാക്ക് പോർഷൻ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്കൊരു സൺ റൂഫ് വരുന്നുണ്ട്. നമുക്ക് അവിടെ അതേപോലെ തന്നെ നമുക്കിനി ഒരു ക്ലോസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടേക്ക് ഒന്ന് കണ്ടെത്തണം, സമയമില്ല നമുക്ക്. പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ ഉണ്ട്, അതും കൂടി ഞാനിവിടെ എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണിക്കാനുള്ളത്. ഇവിടെ നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ടൊക്കെയാണ്. നല്ല സുഖമായിട്ട് ഇരുന്ന് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല നീറ്റായിരിക്കും ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ആംറസ്റ്റ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആംറസ്റ്റ് നമുക്ക് ഇവിടെ ഓൺ ചെയ്യാം. ഓക്കെ, വണ്ടി ഇപ്പോൾ നിലവിൽ ഓഫ് ആയതുകൊണ്ടാണ് ഓൺ ആവാത്തത്. പക്ഷേ ഇവിടെ നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലും ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ഇവിടെ ഉണ്ട്. അത് വണ്ടി ഇപ്പോൾ ഓഫ് ആയതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ഓട്ടോമാറ്റിക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അഡ്രസ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് AC വെൻറ്റും ചാർജിങ് പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു ലക്ഷറി ഫീൽ നമുക്ക് ഈ വാഹനം ഉള്ളിൽ നിന്ന് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ക്യാമറയുടെ എൻജിൻ റൂമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു പെട്രോൾ ഓപ്ഷനിൽ വന്നിരിക്കണം, പെട്രോൾ പ്ലസ് EVയിൽ വന്നിരിക്കണതാണ്. പക്ഷേ 2019 മോഡലായതുകൊണ്ട് യാതൊരു രീതിയിലൊരു പഴമയോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നതാണ്. വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു എൻജിൻ റൂം നമുക്കിവിടെ കാണാം. ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എഡ്ജസിലേക്ക് പോവാം. കണ്ടോ? ഓക്കെ, അതേപോലെ നമുക്ക് ലിഡിലേക്ക് പോകാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കുകയാണ്. പയ്യെ നമുക്കിനി വണ്ടിയുടെ ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് സ്പേസ് ഉണ്ടാകാനുള്ള ചാൻസ് നമുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ സ്പേസ് നമുക്കിവിടെ കാണാം. അല്ല, അതേപോലെ നമുക്കിനി പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് അപ്പ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ നോക്കാം. ഇവിടെ നമുക്ക് ബാറ്ററി പാക്കപ്പ് എവിടെയാണ് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ബാറ്ററി പാക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എഡ്ജസ്റ്റിലേക്ക് ഒന്ന് പോയാൽ എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് പോവാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ബൂട്ടിൽ നിന്നൊക്കെ കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. EV മോഡ് അല്ലെങ്കിൽ ഹൈബ്രിഡിൽ ഓടുന്ന വാഹനങ്ങൾ വെറും 12,000 ചില്ലം കിലോമീറ്റർ മാത്രം ഓടിക്കുന്നു എന്ന് അങ്ങനെയുണ്ട്. എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് ഈ വണ്ടിയെ തിരഞ്ഞെടുക്കാം. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സന്തോഷം കണ്ടു കഴിഞ്ഞു. അതേപോലെ സീറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ക്യാമറയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചെങ്കിൽ 37 ലക്ഷം രൂപയാണ്. 37.50 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വോയിസിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഈ ക്യാമറ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ വിളിച്ചേക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അതിന് ഉള്ള വണ്ടി 2019 മോഡൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.